ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. നാം ഏവരും 2026 വർഷത്തേക്ക് കടക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. 2026 വർഷത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപേ പലരും ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അത് ഏറ്റവും ദുരിതകരമായ അവസ്ഥകളെ സൂചിപ്പിക്കുന്ന പ്രവചനങ്ങളാണ്. എന്നാൽ നാം അതിൽ അകപ്പെടാതിരിക്കാൻ നമുക്ക് 2026 വർഷം ദൈവാനുഗ്രഹങ്ങളുടെ വർഷമാകാൻ, ദൈവത്തിൻ്റെ കാരുണ്യവും പ്രീതിയും നമുക്ക് ലഭിക്കുന്ന വർഷമാകാൻ, നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെ സാധിക്കുന്ന വർഷമാകാൻ, നമുക്കെല്ലാം കൊണ്ടും സമാധാനവും സന്തോഷവും നൽകുന്ന വർഷമാകാൻ ഈ ഒരു ചെറിയ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇത് 1000 തവണ ഈ പുതുവർഷം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ആവർത്തിക്കുക. സാധിക്കുമെങ്കിൽ ഓരോ ദിവസവും ഇത് 1000 തവണ ആവർത്തിക്കുക. 2 വചനങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. സങ്കീർത്തനം 51 അധ്യായം 1, 2 വചനങ്ങൾ മാത്രം നിങ്ങൾ ആവർത്തിച്ചാൽ മതി. ഇപ്രകാരമാണ് ഈ വചനങ്ങൾ പറയുന്നത്: ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യ അതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ഇതാണ് ആ വചനം. ഇത് 2 വചനമാണ്. നിങ്ങൾക്ക് ഒരു ജപമാല മണിയിലോ അല്ലാതെയോ 1000 തവണ ഇത് പറഞ്ഞു നോക്കുക. ആത്മാർത്ഥമായി ഈ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ച് തന്നെ പറയുക. ഓടിച്ചിട്ട് പറഞ്ഞു തീർക്കരുത്. ഇത് ആഗ്രഹത്തോടെ നിങ്ങളുടെ ഈ പുതുവർഷം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ വർഷമാകാൻ, നിങ്ങളുടെ ഇന്നുവരെയുള്ള മറ്റു വർഷങ്ങളെ സംബന്ധിച്ച് ഇത് അനുഗ്രഹപ്രദമാകാൻ, സമാധാനവും സന്തോഷവും ഐശ്വര്യവും നൽകുന്ന വർഷമാകാൻ നിങ്ങൾ മറക്കാതെ ഈ 2 വചനം നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ഇത് കാണാപ്പാഠം ഇത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ജോലി ചെയ്യുകയോ നിങ്ങൾ യാത്ര ചെയ്യുകയോ എന്തു വേണോ ചെയ്തോ, പക്ഷേ ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുക. മറക്കാതെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കാരുണ്യമാണ്, ദൈവത്തിൻ്റെ ദയയാണ് നമ്മെ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നത്. ആരുടെയും തെറ്റായ പ്രവചനങ്ങൾ നമുക്കെതിരെ അത് സാധിക്കുകയില്ല. ദൈവമക്കൾക്ക് നേരെ ആർക്കും എതിരായി പ്രവചിക്കാൻ സാധിക്കുകയില്ല. ദൈവമക്കളുടെ അവകാശം ദൈവമാണ്. അതിനാൽ നമുക്കെതിരെയുള്ള യാതൊരു വിമർശനങ്ങളോ, ദൈവമക്കൾക്കെതിരെയുള്ള യാതൊരു വിമർശനങ്ങളോ, യാതൊരു തെറ്റായ ആസൂത്രണങ്ങളോ ഒന്നും ഫലപ്രദമാകാതിരിക്കാൻ, ദുഷ്ടശക്തികളുടെ ആധിപത്യം തകർക്കപ്പെടാൻ ഇത് നാം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. എന്തെന്നാൽ ദൈവസന്നിധിയിൽ പാപികളല്ലാത്ത ആരുമില്ല. അതിനാൽ നമ്മുടെ അറിഞ്ഞും അറിയാതെയുമുള്ള പാപങ്ങൾ ഇന്നുവരെ നമ്മുടെ പൂർവികരിലൂടെ നമുക്ക് വന്നിട്ടുള്ളത്, നമ്മുടെ തന്നെ സ്വന്തം പാപങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ മായ്ച്ചു കളയുന്നതിനു വേണ്ടി, ഈശോയുടെ തിരുരക്തം ഒഴുക്കി നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടി ദൈവവചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 51, 1, 2 വചനങ്ങൾ മറക്കാതെ പ്രാർത്ഥിക്കുക. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യ അതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ഈ വചനം നിങ്ങൾ കാണാതെ പഠിച്ച് നിങ്ങൾ ആവർത്തിച്ചുരുവിട്ടുകൊണ്ടിരിക്കുക. തീർച്ചയായും വലിയ അനുഗ്രഹങ്ങൾ ഈ വചനത്തിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കും. ഈ വചനം ആവർത്തിക്കുന്നതിൽ കൂടി നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വരും. നിങ്ങളുടെ ശാരീരിക ക്ലേശങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ കിട്ടും. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനും ഈ വചനം നിങ്ങളെ സഹായിക്കും. അതിനാൽ ഇത് പ്രാർത്ഥിക്കുക. ഈ വീഡിയോ കഴിയുന്നത്ര എല്ലാവരിലേക്കും ഇത് അയച്ചു കൊടുക്കുക. 2026 മുൻപ് തന്നെ, ഇന്ന് തന്നെ ഇതെല്ലാവരിലേക്കും നിങ്ങൾ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുവേ,
ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കാരുണ്യവും കൃപയും എപ്പോഴും നിറഞ്ഞു നിൽക്കണമേ. ഇവരുടെ അറിഞ്ഞും അറിയാതെയുമുള്ള പാപങ്ങൾ, ഇവരുടെ പൂർവികരിലൂടെ ഇവരിലേക്ക് വന്ന പാപങ്ങൾ, സാഹചര്യങ്ങളിൽ കൂടി ഇവർ ചെയ്തു പോയ പാപങ്ങൾ, എല്ലാത്തിനും പിഴയായി എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നതിനു വേണ്ടി ഈ തിരുവചനങ്ങൾ ആവർത്തിക്കുന്ന ഈ മക്കളുടെ മേൽ സകല ദൈവാനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കണമേ. പ്രത്യേകിച്ച് 2026 ആണ്ടിൽ വലിയ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യത്തികവും സമാധാനവും സന്തോഷവും നിറയാൻ ഈ 2 വചനങ്ങൾ കൂടി നീ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സാധിക്കുന്നവർ ഈ 2026 വർഷവും മുഴുവനും ഈ 2 വചനം നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. വലിയ ദൈവാനുഗ്രഹങ്ങൾ നൽകുന്ന വചനമാണിത്. സാധിക്കുമെങ്കിൽ കുടുംബത്തിൽ എല്ലാവരെ കൊണ്ടും ഈ വചനം ആവർത്തിപ്പിച്ച് പറയിക്കുക. അതിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ട് നിങ്ങൾക്കറിയാൻ പറ്റും. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല തെറ്റായ പ്രവചനങ്ങളിൽ നിന്നും 2026 വർഷത്തെ രക്ഷിക്കുന്നതിനും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ, ബിസിനസ് രംഗത്ത്, വ്യക്തിപരമായ ജീവിതത്തിൽ എല്ലാം ദൈവത്തിൻ്റെ പ്രീതിയും കാരുണ്യവും നിറഞ്ഞു നിൽക്കുന്നതിന്, ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണയിലായിരിക്കുന്നതിന് അമ്മേ മാതാവേ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം യാചിച്ച് ഞങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി നീ ഞങ്ങൾക്ക് ചുറ്റും കോട്ടയായിരിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ തിരുവചനങ്ങൾ ആവർത്തിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ പുതുവർഷത്തിൽ സമൃദ്ധമായ അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും നൽകി നിങ്ങളുടെ ഉദ്യമങ്ങളിലെല്ലാം വിജയം നൽകി നല്ലൊരു വർഷം നിങ്ങൾക്ക് ലഭിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.